ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഗോട്ട് മിൽക്ക് സോപ്പ് എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാം എന്നുള്ളത് കാണിച്ചു തരാനാണ്. ഇത് നമ്മൾ ഗോട്ട് മിൽക്ക് സോപ്പ് ബേസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മീഷോ എന്നാണ് കേട്ടോ ബേസ് വാങ്ങിയിരിക്കുന്നത്. അടിപൊളിയായി പതയൊക്കെ വരുന്നുണ്ട്. നമ്മൾ ചെയ്തൽ വെച്ചില്ലേ ഒരുപാട് പതയൊക്കെ വരുന്ന സോപ്പ് ഇതാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുക, എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ നോക്കാം കേട്ടോ. മോളാണ് എനിക്ക് വീഡിയോ എടുത്തു തരുന്നത്, തെറ്റുണ്ടാവും, ക്ഷമിക്കണം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ ബേസിനെ കുറിച്ച് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എവിടെ നിന്നാണ് നമ്മൾ ഈ ബേസ് മേടിച്ചത്, എത്രയാണ് ഡീറ്റെയിൽസ് എന്നുള്ളത് അടുത്ത വീഡിയോ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ലാസ്റ്റ് വരെ എല്ലാവരും കാണണം കേട്ടോ. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, എല്ലാവരും ഒന്ന് കാണണേ. അത് നമ്മൾ മോൾഡൊക്കെ ക്ലീൻ ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മെൽറ്റ് ആൻഡ് പോർ സോപ്പ് ബേസാണ് ഗോട്ട് മിൽക്കിൻ്റെ. ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയാൽ നമുക്കറിയും. ഓക്കെ, ഒക്കെ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. അടിപൊളി ബേസാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ രണ്ടാമത്തെ തവണ ഓർഡർ ചെയ്ത് വാങ്ങുകയാണ്. പിന്നെ നമുക്ക് ഗ്ലിസറിൻ ആവശ്യമാണ്, കോക്കനട്ട് ഓയിൽ ആവശ്യമാണ്, പിന്നെ അലോവേര ജെല്ല്. ഇത് നമ്മൾ മീഷോന്ന് തന്നെ മേടിച്ചതാണ് കേട്ടോ, നല്ല ജെല്ലാണ്. പിന്നെ റോസ് വാട്ടർ, പിന്നെ വൈറ്റമിൻ ക്യാപ്സൂൾ, അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ ഡവ് സോപ്പിൻ്റെ സ്മെല്ലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ബേസിന് നമ്മൾ എത്ര മാക്സിമം ചെറുതായി കട്ട് ചെയ്യാൻ പറ്റുമോ അത്ര ചെറുതായിട്ട് കട്ട് ചെയ്യുക, എന്നാലാണ് വേഗം മെൽറ്റ് ആവുള്ളൂ കേട്ടോ. ഇത് നമ്മളിപ്പോൾ മെൽറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റായി മെൽറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ, ഒരുപാട് ടൈമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. സോ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാനത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നോക്കോളൂ. ഇനി നമുക്ക് ഇതിൽ ആഡ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. 2 ടീസ്പൂൺ ആലോവേര ജെൽ എടുക്കുന്നുണ്ട്. അതിലേക്കൊരു 3 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ ഗ്ലിസറിനാണ്. വെജിറ്റബിൾ ഗ്ലിസറിൻ എടുത്താലും കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതേ ഉള്ളൂ, അപ്പോൾ അത് കാരണമാണ് ഞാനിത് എടുക്കുന്നത്. പിന്നെ കോക്കനട്ട് ഓയിൽ 1 സ്പൂൺ. ഇതല്ലെങ്കിൽ ആൽമണ്ട് ഓയിലും യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതേ ഉള്ളൂ. പിന്നെ എടുക്കുന്നത് റോസ് വാട്ടറാണ്. ഓൾറെഡി ബേസിൽ റോസ് വാട്ടർ ആഡഡ് ആണ്. ഞാൻ എന്തായാലും 1 സ്പൂൺ എടുക്കുന്നുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു സൈഡ് മാറ്റി വയ്ക്കുക. ബാക്കി ബേസ് മെൽറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളത് ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ. സോ ഒരു പാത്രത്തിൽ ചൂടുവെള്ളം ചൂടാകാൻ വെച്ചിട്ട് ചൂടായതിന് ശേഷം വേറൊരു പാത്രത്തിൽ ബേസ് ഇട്ടതിന് ശേഷം അതിലേക്ക് ഇറക്കി വയ്ക്കുക. അത് ഒന്നും ചെയ്യരുത്, ഇളക്കാനൊന്നും നിൽക്കരുത് ഇടയിലിടയിൽ. അത് തനിയെ മെൽറ്റായി വരും കേട്ടോ. ഇത് അടിപിടിക്കുകയൊന്നും ചെയ്യില്ല. ഈ ബേസ് അടിപൊളി ബേസാണ്. ഇതാ മിക്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഏകദേശം മെൽട്ടായി വന്നിട്ടുണ്ട്. പകുതി മെൽട്ടാവാനുണ്ടാകുമ്പോൾ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ആഡ് ചെയ്യുക കേട്ടോ. ബാക്കി അതൊരു 4 മിനിറ്റിൽ തന്നെ മെൽട്ടാവും. ഫുള്ളേ കംപ്ലീറ്റ് ആയിട്ട് അതായിട്ടുണ്ട്. കുറച്ചും കൂടി ആകാനുള്ളൂ, എന്നാലും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ഇൻഗ്രീഡിയൻസും. ഇതിൽ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സ്മെല്ല് ഏറ്റവും ലാസ്റ്റ് മാത്രമേ ചേർക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ എല്ലാം സെറ്റായതിന് ശേഷം എനിക്ക് ആവശ്യത്തിനനുസരിച്ച് സ്മെല്ല് ഞാനിപ്പോൾ ഒരു 2 സ്പൂണോളം ഒഴിക്കുന്നുണ്ട്. ഇത് 500 ഗ്രാമിൻ്റെ കണക്കാണ് കേട്ടോ പറയുന്നത്. സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടത്തിനനുസരിച്ചാണ് ഒഴിക്കാറുള്ളത്. ഞാനിപ്പോൾ ഡവ് സോപ്പിൻ്റെ ആയത് കാരണം ഒരു 2 ടീസ്പൂണോളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സിലിക്കൺ മോൾഡിലേക്ക് ഒഴിക്കുക. അതില്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ ആയാലും മതി. ഏതാ നിങ്ങളുടെ കയ്യിലുള്ള ഏതാ സംഭവം അതിൽ ഒഴിച്ചു കൊടുക്കുക. ഇതൊരു 1 മണിക്കൂറിൽ സെറ്റാവും. പക്ഷെ നമ്മൾ 3 മണിക്കൂറിന് ശേഷമേ അൺമോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ, എന്നാലേ സോപ്പ് കംപ്ലീറ്റ് ആയിട്ട് സെറ്റാവുള്ളൂ. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സോപ്പ് മേടിച്ചവർക്ക് നമ്മുടെ ഇന്ന് രണ്ടാമത്തെ തവണ
മേടിക്കുന്നുണ്ട്. ഒരു കുഴപ്പവും പറഞ്ഞില്ല. അവർക്ക് ഇത് തന്നെ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ സെല്ലായി പോകുന്നത്. ഇതാ നമുക്ക് കണ്ടെയ്നർ ഇത് സിലിക്കൺ മോഡലില്ലെങ്കിൽ ഇതേപോലത്തെ ഒരു കണ്ടെയ്നർ യൂസ് ചെയ്താലും മതി കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാം, അവർക്ക് സെപ്പറേറ്റായിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, നമുക്ക് പറ്റുന്ന ഇൻഗ്രീഡിയൻസ് മാക്സിമം യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ആദ്യമായി സോപ്പ് ഉണ്ടാക്കുന്നവർ ഒരുപാട് വാരി വലിച്ച് ഇൻഗ്രീഡിയൻസ് ഇട്ട് കഴിഞ്ഞാൽ സോപ്പിൻ്റെ ബലം പോവും. അതേമാതിരി പതയുണ്ടാവില്ല. പിന്നെ പതയില്ലാത്തത് വേറൊരു കാരണം കൊണ്ടാണ്, സോപ്പിൻ്റെ ബേസ് ക്വാളിറ്റി. നിങ്ങൾക്ക് ഈ ബേസിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ അടുത്ത വീഡിയോ ഈ ബേസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.